ഹലോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കുറേ മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു 2 മാസം MPEd ജോയിൻ ചെയ്യേണ്ട മുന്നേ. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ ഉണ്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കണമ്പോൾ ഫസ്റ്റ് ഫോട്ടോ ആയത്. സത്യം പറഞ്ഞാൽ എനിക്കപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടി, എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എന്ന് വെച്ചാൽ വേറൊന്നല്ല, അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ആ വീഡിയോ ഭയങ്കര ക്വാളിറ്റി കുറവായിട്ട് തോന്നുക കേട്ടോ. ഭയങ്കര ബ്ലറായിട്ടൊക്കെ തോന്നുക തോന്നുന്നില്ല, ശരിക്കും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്യണോ വേണ്ട, ഇനി എല്ലാവരും കാണും ഇങ്ങനെയൊക്കെ ഇതായ വീഡിയോ എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര പിന്നെ അതുകൊണ്ടാട്ടോ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്യാത്തത് ഇപ്പോൾ ഭയങ്കര കുറവായത്. അപ്പോൾ ഇതാണ് സ്കൂൾ, ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്കൂൾ ഇതാണ്, പുത്തനങ്ങാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണത് കേട്ടോ. 2 മാസം. അപ്പോൾ അവിടെ എടുത്ത് പറയാത്തക്ക എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രിൻസിപ്പളായാലും ടീച്ചേഴ്സായാലും അവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്തിനായാലും ഇപ്പോൾ നമ്മൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ചോദിച്ചാൽ അത് പറഞ്ഞു തരാനും അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയാനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. മാത്രമല്ല അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അവിടെ എനിക്ക് ഏറ്റവും ഹെൽപ്പായത് അവിടെ ഞാൻ വരുമ്പോൾ തന്നെ ഒരു PT സാർ അവിടെ ഉണ്ടായിരുന്നു, ഗണേഷ് സാർ എന്ന് പറഞ്ഞ സാറ്. ആ സാർ എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ. അവിടെ ഓരോ കാര്യം നമുക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് സ്കൂളിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു PT ടീച്ചർ ആകുമ്പോൾ എങ്ങനെയാണ് എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഇങ്ങനെയല്ല അങ്ങനെയൊക്കെ പറഞ്ഞു തരാനും ഒക്കെ. ഞാനവിടെ ജോയിൻ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാഫ് ഫോട്ടോ എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ എൻ്റെ കയ്യിൽ സാരി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടീച്ചേഴ്സ് എല്ലാവരും സാരി നിർബന്ധമായിരുന്നു. അപ്പോൾ ടീച്ചർമാർ തന്നെ എനിക്ക് ബ്ലൗസും സാരി എല്ലാം സെറ്റാക്കി തന്നെ എന്നെ ഉടുപ്പിച്ച് തന്നു കേട്ടോ ഈ ഫോട്ടോയിൽ. അതുകൊണ്ട് ഞാനും കൂടി ഇൻക്ലൂഡ് ആയുള്ളൊരു ഫോട്ടോ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് 1 മാസം കഴിയുമ്പോഴേക്കും സഹോദരിയെ മീറ്റ് വന്നു. അപ്പോൾ കുറച്ചും കൂടി പിള്ളേരായിട്ട് മിങ്കിളാവാനും ഫ്രണ്ട്ലി ആവാനൊക്കെ ഭയങ്കരമായിട്ട് സമയം കിട്ടി കേട്ടോ. അവരായിട്ട് മിങ്കിളാവുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ടീച്ചറാന്ന് പോലും മറന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ എത്ര ടൈം എടുത്ത് വർക്കൗട്ട് ചെയ്താലും വേണ്ടില്ല, അവിടുത്തെ അച്ഛന് കപ്പ് മുക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് തുടങ്ങണതിൻ്റെ മുന്നേയും ക്ലാസ് വിട്ട ശേഷവും അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് പിള്ളേരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അടിക്കില്ലേ? ഉറപ്പാണോ? ഫസ്റ്റ് അടിക്കല്ലേ? ഉറപ്പാണ്? ഫസ്റ്റ് അടിക്കല്ലേ? അടിക്ക് വേണ. സ്ട്രിക്റ്റായി നിൽക്കേണ്ട സ്ഥലത്ത് സ്ട്രിക്റ്റായിട്ട് തന്നെയും കളിയും ചെറിയും തമാശയുള്ള സമയത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ അവരുടെ ഞാൻ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. എല്ലാ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുമില്ല. ഞാനും ഗണേശ് സാർ തന്നെയാണ് ഇതിന് ഓടിപ്പാഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങൾക്കും. ഇതാ ഞങ്ങളുടെ ടീമാണ് കേട്ടോ ആശ്വാസം ചെയ്ത് വരുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പിള്ളേരെയും കൊണ്ട് ഈ മീറ്റിന് പോകാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഗണേശ് സാറ് മറ്റേ PT സാർ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പായി. സാർ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്പായി കേട്ടോ. കോമ്പറ്റീഷൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിള്ളേർ ഓടുന്നതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല അവിടെ. കുറേ ആൾക്കാർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറേ മെഡലുകൾ ഉണ്ടായിരുന്നു, ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട്. അപ്പോൾ ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ പോയി വാങ്ങുന്നതാണ് കാണുന്നത്. പിള്ളേരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കപ്പില്ല, നമുക്ക് തേർഡോ സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവർക്ക് കുറച്ചും കൂടി വിഷമമായി കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സെക്കൻഡും തേർഡും ആണല്ലോ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അവർക്ക്. നമുക്ക് കപ്പുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താ നമുക്ക് നോക്കാം കേട്ടോ. ടൈമിൽ നമുക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഒരു പക്ഷേ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റണില്ല കേട്ടോ. അത് നമ്മളത് ഫീൽ ചെയ്തിട്ട് തന്നെ അറിയേണ്ട സംഭവമാണ് കേട്ടോ. നമ്മളൊരു കോച്ചോ ടീച്ചറോ ഒക്കെ ആയിട്ട് നമ്മളത് അത്ര ഫീൽ ചെയ്ത് അറിയേണ്ട സംഭവം കാണുന്നത്. ഞങ്ങൾ കപ്പൊക്കെ വാങ്ങിച്ചു, എല്ലാവരും കൂടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അടുത്ത ഗേൾസ് എല്ലാവരും കൂടി എന്നെ എടുത്ത് പൊക്കണം കേട്ടോ ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് പിള്ളേർക്ക് പൊന്തിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഈ ചെറിയ പിള്ളേർ എങ്ങനെ എന്നെ പൊക്കിയത് എനിക്കൊരു ഐഡിയയും കിട്ടണില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് വേറെ എവിടെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എവിടെ കോമ്പറ്റീഷന് പോയാലും ശരി, അതുപോലെ എൻ്റെ ബോക്സിങ് ക്ലാസ്സിൽ നിന്ന് പിള്ളേരുടെ കോമ്പറ്റീഷന് കൊണ്ടായാലും ശരി, ഇതുപോലൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ആ സമയത്ത് നമ്മൾ ആരൊക്കെയോ ആവുക, എല്ലാവരും കൂടിയിട്ട് നമ്മളെ അത്ര എക്സ്പെക്റ്റോട് കൂടി നോക്കുക. ഇതിനും കൂടുതലൊക്കെ എന്തായാലും നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത്. കപ്പടിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിൽ. എല്ലാവരും
അത്ര അധികം ഹാപ്പി ആയിരുന്നു കേട്ടോ. ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ പിള്ളേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ ഭയങ്കര എനർജറ്റിക്കും ആയിരുന്നു കേട്ടോ. 2 മാസം അവിടെ നിന്നുള്ളെങ്കിലും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഗണേഷ് സാറ്. ഒരു പക്ഷേ സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റിയിരുന്നില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ സ്കൂളിൽ വന്നിട്ട് ഓഫീസിൽ ഞങ്ങളെ കിട്ടിയ കപ്പൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. ആ സമയത്തുള്ള നമുക്കുണ്ടാവുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ടീച്ചർ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ആളേ അല്ലായിരുന്നു കേട്ടോ. പക്ഷേ 2 മാസം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ടീച്ചർ ഫീൽഡ് അത്ര ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായി മാറി എന്നുള്ള സത്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.